ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ സാറ്റർഡേയിലെ വ്ളോഗാണ്. അതായത് നമ്മുടെ 2024 ലാസ്റ്റ് സാറ്റർഡേയിൽ ഞാനെടുത്ത വ്ളോഗാണ്. അത് ഇടയ്ക്ക് ന്യൂ ഇയറിൻ്റെ വീഡിയോ ഒക്കെ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒന്ന് ലേറ്റായി. ഈ സാറ്റർഡേയിലേക്ക് മാറ്റി അത് ഇടാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സാറ്റർഡേ വ്ളോഗ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു നിന്നായിരുന്നു കഴിച്ചത്. അപ്പം രാവിലെ അത്യാവശ്യം നല്ല, ഇപ്പോൾ ഒരു 8:45 ഒരു തണുപ്പ് നല്ലപോലെ ഉണ്ടായിരുന്നു. തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് എനിക്ക് ഈ പോകുന്ന വഴി കാറ്റടിച്ച് ഭയങ്കര ചുമയും മൂക്ക് ചൊറിച്ചിലും തൊണ്ട ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഞങ്ങൾ സ്ഥിരം പോകുന്ന അവിടെ തന്നെ പോയത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മാറ്റി അങ്ങനെ ചിന്തിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. അവിടെ തന്നെ പോകണമെന്ന് തോന്നുമ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയതുകൊണ്ട് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് മസാല ദോശ ശ്രീഹരി പൂരിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് പൂരി തിന്നാൻ തോന്നിയില്ല. ഞാൻ വിചാരിച്ചു മസാല ദോശ തിന്നാമെന്ന്. പിന്നെ കൂടുതലും ഈ സാമ്പാറാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇവിടെ വരുമ്പം പറയുന്ന ഈ സാമ്പാറിനെ പറ്റി. എനിക്ക് ഇവരുടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സാമ്പാറാണ്. അപ്പോൾ അങ്ങനെ മസാല ദോശയും പൂരിയൊക്കെ വന്നു. ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ആക്ച്വലി പിന്നെ എനിക്ക് ഈ സമയത്തൊക്കെ ഭയങ്കര ചുമയായിപ്പോയി അവിടെ ഇരുന്ന്. പിന്നെ ആ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖം തോന്നി. ആക്ച്വലി ഇപ്പം എനിക്ക് ചുമയൊക്കെ മാറി. ഇപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നിപ്പം ഞാൻ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കല്ല കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അതെനിക്ക് ആവി പിടിച്ചാണ് ഞാനത് എനിക്കൊന്ന് സെറ്റിലായി അത് മാറി കിട്ടിയത്. അതുവരെ നല്ല രസമായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കാറ്റടിച്ചാൽ അപ്പോൾ ചുമയ്ക്കും. അപ്പോഴേ ഞങ്ങൾ ഫിൽറ്റർ കോഫി പോയി. അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ പച്ചക്കറി കടയിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ അവിടുത്തെ ഒന്നും വലുതായിട്ട് എടുത്തില്ല. കാരണം അവിടെ കയറി ചെന്നപ്പോഴത്തേനും എനിക്ക് വീണ്ടും ചുമ തുടങ്ങി. ഞാൻ എൻ്റെ കണ്ണി കണ്ടൊക്കെ എടുത്തുകൊണ്ടെങ്കിൽ പോരുമായിരുന്നു. ഞാൻ എഴുതി വെച്ച ലിസ്റ്റ് പോലും എനിക്ക് നോക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ നമ്മുടെ KPNലേക്കാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്ന് KPNൽ വന്നിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഇപ്പം സമയം 11:15 ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പുറത്തിറങ്ങുന്ന ദിവസം അന്നത്തെ ദിവസം നല്ല തണുപ്പായിരിക്കും. ഇപ്പം വെയിൽ ഇപ്പോൾ ഒരു 12 മണിക്ക് ആറായപ്പോൾ പതുക്കെ വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. ഇന്ന് 2024 ലാസ്റ്റ് സാറ്റർഡേ. ഇനിയിപ്പോൾ അടുത്ത സാറ്റർഡേ വ്ളോഗ് നമ്മൾ 2025 ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ കിടന്ന് ചൂടുവെള്ളം കുടിച്ചിട്ട് ഞങ്ങളുടെ സുഖമായിട്ട് കുറച്ച് ഉറങ്ങിയൊന്നുമില്ല. പക്ഷെ കിടന്നു അതുപോലത്തെ തണുപ്പ്. ഇനിയും ഈ തണുപ്പടിക്കുമ്പോൾ എനിക്ക് ചുമ വരുന്നു. തണുപ്പ് മീൻസ് കാറ്റടിക്കുമ്പം എനിക്ക് ആ കാറ്റ് കൊണ്ടുകഴിഞ്ഞ് ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നൊന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുമയില്ല. പിന്നെ വീണ്ടും നമ്മൾ പുറത്തിറങ്ങി ആ കാറ്റടിക്കുമ്പോഴത്തേനും ചുമ വരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. രാവിലെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡായിരുന്നു. മസാല ദോശയും വടയും. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ സ്ഥിരം ഇപ്പം അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും മാറ്റി പിടിക്കാൻ തോന്നുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കണം ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നേരെ ഒന്ന് ഫിൽറ്റർ കോഫിയിലേക്ക് വിടും. അവിടെ എന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ ആകേണ്ടി വന്നു. കാരണം നമ്മൾ ഇറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായി. ഇപ്പം നടക്കാൻ പോകുന്ന ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പനിക്ക് ശേഷം ഒരാഴ്ചയായി ഇപ്പം നടക്കാൻ പോയിട്ട്. അത് ചെയ്യണം, നാളെ എങ്ങാനും ചെയ്യണം. പക്ഷെ തണുപ്പ് രക്ഷയില്ല. രാവിലത്തെ ഇന്നലെ രാത്രി തൊട്ടേ അത് നല്ല തണുപ്പായിരുന്നു. ഇപ്പം രാവിലത്തെ തണുപ്പൊരു രക്ഷയില്ലാത്തത് കൊണ്ട്
നമുക്ക് ഇറങ്ങാൻ പനി കഴിഞ്ഞും കൂടെ ഇറങ്ങാൻ മടിയാണ്. പിന്നെ എൻ്റെ ഈ ചുമ ഇങ്ങനെ ശ്രീഹരിയുടെ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് സെറ്റിലായി. പക്ഷെ എനിക്കിങ്ങനെ ഈ കാറ്റടിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കാറ്റ് അങ്ങനെ ചുമച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ചുമയ്ക്കും. കുറേ നേരം ചുമച്ചിട്ട് പിന്നെ ഇങ്ങനെ സെറ്റിലാവും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും തുടങ്ങും. അത് ഈ വണ്ടിയിലിരിക്കുമ്പോഴുള്ള കാറ്റടിക്കുമ്പോഴാണെന്നാണ് ഞാൻ കുറച്ച് ഒരാഴ്ചയായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു രസം അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പപ്പടം ഞാൻ മേടിച്ചിട്ടുണ്ട്. പപ്പടം ചക്കപ്പൻ്റെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന പപ്പടം, അതും രസവും പിന്നെ എന്തെങ്കിലും ബീൻസ് കുറച്ചിരിക്കണം, അത് തോരന് വയ്ക്കാം. അതല്ലാതെ ഞാൻ ഒന്നും വയ്ക്കാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. രാവിലെ ഹെവി അല്ലായിരുന്നു, ഉച്ചയ്ക്ക് അങ്ങനെ. രാത്രിയിലും എനിക്കറിയത്തില്ല, ഇന്ന് നമ്മൾ ഒരു നേരം ഹെവി കഴിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും തോന്നത്തില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രസവും പപ്പടവും ഒരു തോരന് കൂടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വലുതായിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. രസവും തോരനും ജസ്റ്റ് ഞാനിങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, ഇപ്പം സാറ്റർഡേ ഒരു വലിയ ഒരു റെസിപ്പി കാണിക്കുന്ന രീതിയിലൊന്നും ഇന്ന് റെസിപ്പി ഇല്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ നടക്കുവാണെങ്കിൽ ആ പ്ലാൻ എന്താണെന്ന് കാണിച്ച് വീഡിയോ ഇടും. അതല്ല, അത് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു തണുപ്പ് രാവിലത്തെ ആ ഒരു പോക്ക് കഴിഞ്ഞപ്പോഴത്തേനൊരു ഇത് വന്നു. അപ്പം ഉച്ച കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാനാണ് പ്ലാനെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും രാത്രി ഇന്ന് അങ്ങനെ ഒരു രസമായിരിക്കും. എനിക്ക് പച്ചക്കറി കടയിലൊക്കെ കയറിയിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഈ ചുമ കാരണം. എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്നും അതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും എടുത്ത് ഷൂട്ട് ചെയ്തില്ല. ഞാൻ വന്നു കഴിഞ്ഞ് പച്ചക്കറി ഒന്നും എടുത്തു വെച്ചുമില്ല, കാരണം എല്ലാം അവിടെ തന്നെ ഇരിക്കുക. അതൊക്കെ ഇനി നമുക്കെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ വ്ളോഗിൽ ആക്ച്വലി ഞാൻ കുക്കിംഗ് ഒന്നും അധികം കാണിക്കുന്നില്ല, കാരണം ഇത് നേരത്തെ ഞാൻ രസം മിക്കവാറും എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, തണുപ്പ് കൂടിയ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എനിക്ക് ശ്രീഹരിക്ക് ഇങ്ങനെ തൊണ്ട മൂക്ക് ഇങ്ങനെയുള്ള നമുക്കൊരു സുഖമില്ലാത്ത ജലദോഷം പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വെക്കും. അപ്പം രസം ഒഴിച്ച് ചോറുണ്ണുമ്പോൾ നല്ലൊരു സുഖം തോന്നാറുണ്ട്. അതുകൊണ്ട് അപ്പം രസവും ബീൻസ് തോരനും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ പപ്പടം കാച്ചിയിരുന്നു തോന്നുന്നു, എൻ്റെ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. അതല്ലാതെ അതുകൊണ്ട് രസത്തിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി എൻ്റെ ഷോർട്സിലും 1-2 വീഡിയോ കിടപ്പുണ്ട്. ഞാൻ അതല്ലാതെ ലോങ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രസവും വെച്ചു, സാധാരണ നമ്മുടെ ബീൻസ് തോരനും റെഡിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. ആക്ച്വലി ഡോളോയും തിന്നുകൊണ്ട്, കാരണം അന്നത്തെ ദിവസം ഞാൻ ചുമച്ചൊരു പരുവായിരുന്നു. പിന്നെ ഞാൻ ആവി പിടിച്ചതിന് ശേഷമാണ് എനിക്കൊരു ഒരു ഇത് തോന്നിയത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരിടത്തായിരുന്നു പോകാൻ ആക്ച്വലി നേരത്തെ പ്ലാൻ ചെയ്തത്. അതെല്ലാം ക്യാൻസലാക്കി. ഞാൻ വൈകുന്നേരം ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോഴത്തേന് സന്ധ്യ. പക്ഷെ ഒന്ന് പുറത്ത് പോകണം, തണുപ്പാണ്, എന്നാലും ഒന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. മെയിനായിട്ടും ഇറങ്ങിയത് ഞാൻ ഇന്ന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുള്ളൂ. എനിക്ക് അവിടെ എനിക്ക് എങ്ങനെയെങ്കിലും വീട് പറ്റിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികമൊന്നും എടുത്തില്ല. അപ്പം അത്യാവശ്യമായിട്ട് ഗോതമ്പ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ഞങ്ങളെല്ലാ വർഷവും പോകുന്നതാണ് ഈ ക്രിസ്മസ് ടൈമിൽ. അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം, അപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയില്ലായിരുന്നു. അപ്പം
ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതൊരു മലയാളി സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട്. തുടക്കകാലത്ത് ഞങ്ങൾ ബാംഗ്ലൂർ വന്ന ഇടയ്ക്ക് ഇവിടെയൊക്കെ പരിചയം അങ്ങോട്ട് ആവുന്ന സമയത്ത് ഞങ്ങൾ വന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം, ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർ ക്രിസ്മസിന് മുമ്പ് ഇവരിങ്ങനെ ഇതൊക്കെ ഒരുക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ വരെ ന്യൂ ഇയർ സമയം വരെ ഇവരിതിങ്ങനെ ഞങ്ങൾ ഇന്നലെ ആ വഴി പോയപ്പോഴും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാറ്റി കാണും. ഞാനിതിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് മറ്റേ അസുഖമൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ലോങ് വീഡിയോസ് അധികം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മീൻസ് എനിക്കതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ ചെറിയ കുഞ്ഞു ലോങ് വീഡിയോസാണ്, 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനത്തെ വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതുപോലെ ഏകദേശം. പക്ഷേ ഈ കാര്യങ്ങൾ ഈ ഫ്രണ്ടിലത്തെ ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലുള്ളത് അവർ എല്ലാ വർഷവും മിക്കവാറും ഞങ്ങൾ കാണുന്ന ഈ ഒരു രീതി തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്തുണ്ട്, അത് കഴിഞ്ഞ വർഷത്തെ പോലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ വർഷം മുന്നിലത്തെ വർഷമൊക്കെ നാട്ടിലാണ് ക്രിസ്മസ് ടൈമിലുണ്ടായിരുന്നു. അപ്പം നാട്ടിലെ എല്ലാ പള്ളികളിലും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കും. ഞങ്ങൾ അന്ന് ക്രിസ്മസിൻ്റെ അന്ന് പുറത്തുപോയി അതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം ചെറിയ മിനി വ്ളോഗ്സ് ആയിട്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഇരിഞ്ഞാലക്കുടയിലെ സകല പള്ളികളിലും ഞങ്ങൾ ആ 2 ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും ആ ക്രിസ്മസിൻ്റെ അന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് ഞാനിങ്ങനെ മിനി വ്ളോഗ്സ് ആയിട്ട് ഞാൻ നേരത്തെ മീൻസ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇത് മാത്രമേ ഞങ്ങളങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഇവിടെ നല്ല ഭംഗിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാര്യം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ ഈ കാര്യങ്ങളൊന്നും കഴിഞ്ഞ വർഷത്തെ ഒന്നും അവർ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പുതിയ കുറേ കാര്യങ്ങൾ, മറ്റേ സാന്റാക്ലോസ് ഇങ്ങനെ നമ്മൾ പുറത്തെനിക്കൊന്ന് ലണ്ടനിലൊക്കെ ഇങ്ങനെ ഒറിജിനൽ കാര്യം ഇങ്ങനെ റെയിൻഡിയേഴ്സിൻ്റെ ഇതിലിങ്ങനെ മുകളിൽ കൂടെ പോകുന്ന നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ ക്രിസ്മസ് ടൈമിൽ, അത് ഒറിജിനൽ മനുഷ്യരിരുന്ന് അങ്ങനെ അവർ ഒറിജിനലി കാണിച്ചിരിക്കുന്നതാണ്. ഇതിപ്പം അവരിങ്ങനെ ആ ഒരു മോഡലിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. മോട്ടറൊക്കെ വെച്ച് അവരത് ഒരു മോഡൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അതല്ലാതെ കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ഈ ഒരു കാര്യമായിരുന്നു. ഇത് ആക്ച്വലി ആ ക്രിസ്മസ് വീക്ക് ഞങ്ങൾ വരണ്ടായിരുന്നു, പക്ഷെ പനിയൊന്നും കാരണം ഞങ്ങൾക്ക് ആ ഒരു സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരക്കിപ്പെട്ടു പോകും. ആ കാരണം ഭയങ്കര തിരക്കായിരിക്കും ഈ പള്ളിയിൽ. ക്രിസ്മസിൻ്റെ തലേദിവസവും രാത്രിയിലും പിറ്റേ ദിവസമൊക്കെ ഞങ്ങൾ അങ്ങനെ നേരത്തെ ഒരു കൊല്ലം അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് വരത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പ് അതിന് മുമ്പ് വരണമെന്നൊക്കെ നേരത്തെ വിചാരിച്ചാണ് ഇവിടെ വരണം, ഇതൊക്കെ എടുക്കണമെന്നൊക്കെ. പക്ഷെ അങ്ങനെ പനി വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങാതിരുന്ന് ഈ തണുപ്പ് കാരണം. അതാണ് ഈ വീഡിയോ ഇത്രയും താമസിച്ചത്. പിന്നെ ന്യൂ ഇയർ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് മറ്റേ വീഡിയോസ് ഒക്കെ ഇടാൻ തോന്നിയത്, ഇത് ഞാൻ ഈ സാറ്റർഡേ ഇടാമെന്നങ്ങ് വിചാരിച്ചു. ആക്ച്വലി ഇത് ന്യൂ ഇയറിന് മുമ്പ് December 31 ഇത് വേണമെങ്കിൽ ഇടായിരുന്നു. പക്ഷെ ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തായിരുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇത് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഇതായിരുന്നു. ഇത് നല്ല ഭംഗിയായി. പക്ഷേ ഈ ഫ്രണ്ടിൽ ഇവരൊരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവരെപ്പോഴും നല്ല വൃത്തിയായിട്ടെല്ലാം നല്ല പക്കായിട്ട് ചെയ്യും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആ സൂപ്പർ മാർക്കറ്റ്. അതൊരു അവിടെ മലയാളം എല്ലാവരും പറയുന്നു. അപ്പോൾ അത് പിന്നെ മലയാളികളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊരു മലയാളി സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെ പണ്ട് വരുമായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ വന്നിടയ്ക്ക് ഈ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ കൂടുതൽ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ആ സൈഡിലേക്ക് മീൻസ് ഞങ്ങൾ സ്ഥിരം വന്ന കോഫി ബോർഡ് ഭാഗം കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് വളരെ കുറച്ച്. ലുംബിനി ഭാഗത്തേക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ വരുന്നത് വളരെ കുറച്ച്. അപ്പം അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഹായ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടൊരു വൃത്തിയായിട്ട് എടുക്കാനൊന്നും പറ്റാത്തൊരു രീതിയായിരുന്നു. കാരണം രാവിലത്തെ ആ തണുപ്പ് സമയത്തെ ആ ഒരു യാത്ര എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കി കളഞ്ഞു. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് നമ്മളെ അത് അങ്ങ് ബാധിക്കും. അപ്പം അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുറേ നേരം ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമച്ച് അവസാനം ആവിയൊക്കെ പിടിച്ച് ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടാണ് ഞാൻ കൂട്ടാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ആ ആവി പിടിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായൊരു സുഖം തോന്നി. പിന്നെ അധികം അങ്ങനെ ചുമച്ചൊന്നുമില്ല. പക്ഷെ പിന്നെ തന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി വേറൊരിടത്താണ് ഞങ്ങൾ പോകാനിരുന്നത്. ഇവിടെ ഞങ്ങൾ ഈ പള്ളിയിൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച, കാരണം ഞങ്ങൾ എല്ലാ വർഷത്തിലൊരിക്കലേ ആ പള്ളിയിൽ പോകത്തുള്ളൂ. അത് ഈ ക്രിസ്മസിൻ്റെ സമയത്താണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന ആ കൊല്ലം തൊട്ട് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ കൊല്ലം ഈ ഡിസംബർ സമയത്ത്, ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ ഡിസംബർ സമയം ശ്രീഹരി കഴിഞ്ഞ 2 കൊല്ലം പ്രൊജക്റ്റിൽ ശ്രീഹരിയുടെ പ്രൊജക്റ്റിൽ ഒരു 10 days ഹോളിഡേ കിട്ടുമായിരുന്നു ഡിസംബറിൽ. അത് ഈ സമയത്തൊരു 29 വരെ ഹോളിഡേ, ഒരു 20 അല്ല, ഒരു ന്യൂ ഇയർ വരെ ഹോളിഡേ ആയിരുന്നു. ഒരു ഡിസംബർ ഒരു പകുതിക്ക് തുടങ്ങി ഒരു 15, 16 ഒക്കെ തുടങ്ങി ഒരു അത്രയും ദിവസത്തെ ഒരു വലിയ ഹോളിഡേ കിട്ടുമായിരുന്നു കഴിഞ്ഞ 2 കൊല്ലം. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സമയത്ത്, അപ്പം ഡിസംബറിൽ ഇപ്പം കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോകുമായിരുന്നു. കുറച്ച് ദിവസം, ഒരു 10 ദിവസത്തോളം നാട്ടിൽ അടുപ്പിച്ച് കിട്ടുമായിരുന്നു. കാരണം ഇവരുടെ പ്രൊജക്റ്റ് ക്ലയൻ്റ് അങ്ങനെ ആയിരുന്നു. അപ്പം ഇവർക്ക് ആ സമയത്ത് ലീവ് എടുക്കുന്ന നിർബന്ധിതമായി ഇവരെ കൊണ്ട് ലീവ് എടുപ്പിക്കുമായിരുന്നു. കാരണം ക്ലയൻറ്റ് ഈ സമയത്ത് അവർക്ക് വെക്കേഷൻ ഒക്കെ ആയപ്പോൾ അങ്ങനെ. പക്ഷേ ഈ കൊല്ലം ഒരു കുന്തവുമില്ല. ഈ കൊല്ലം ലീവ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഡിസംബറിൽ, അപ്പം അങ്ങനെ ഈ ഡിസംബറിൽ ഈ വർഷമേ അങ്ങനെ ആ പ്രൊജക്റ്റിന് ശേഷം പുതിയ പ്രൊജക്റ്റ് ആയതിനു ശേഷം പ്രത്യേകിച്ചൊരു ഇച്ചിരി പാടാണ്. അത്ര ഒരു 10 ദിവസമൊന്നും അങ്ങനെ, ഒരാഴ്ചയൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. ഒരാഴ്ച തന്നെ ഈ ഞങ്ങൾ ശനിയും ഞായറും കൂടെ ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ചിങ്ങനെ ലീവ് കിട്ടുന്നുള്ളൂ.
അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ അങ്ങനെ നാട്ടിലാണെങ്കിൽ തന്നെയും ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ന്യൂ ഇയറിന് ശ്രീഹരിക്ക് എല്ലാ പ്രാവശ്യവും വീണ്ടും തുടങ്ങും. ഇതിങ്ങനെ ലീവ് 10 ദിവസം ഉണ്ടെങ്കിലും അത് ന്യൂ ഇയറിന് തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞങ്ങളൊരു 28, 29, 30 ആകുമ്പോഴത്തേനും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പള്ളിയിൽ ഞങ്ങൾ ഇന്ന് പോയ പള്ളിയിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്ത ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ന്യൂ ഇയർ ആ ഒരു സമയത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ആണേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞൊരു 2 ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. നേരത്തെ ഒരു ന്യൂ ഇയർ സമയത്തൊക്കെ പോകുമ്പോഴത്തേന് ന്യൂ ഇയർ ടൈമിൽ പോകുമ്പോൾ അവിടെ ഇച്ചിരൂടെ എന്ന് വെച്ചാൽ ഒരു 31-ാം തീയതി രാത്രി നല്ല തിരക്കാണ് ആ പള്ളിയിൽ. അപ്പം അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ ഈ സമയത്ത് അവിടെ പോകും. മിക്കവാറും എല്ലാ വർഷവും ഞങ്ങൾ അതിന് മുമ്പിലത്തെ കൊല്ലം നാട്ടിൽ വന്നെങ്കിലും ഞങ്ങൾ ഇതുപോലെ തീരാറാവുമ്പോൾ വൈകുന്നേരം ഞങ്ങൾ വന്ന ആ കൊല്ലം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ക്രിസ്മസിൻ്റെ അന്ന്. അവിടെ ക്രിസ്മസിൻ്റെ അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ. അന്ന് ഞങ്ങൾ ആ തിരക്കിലൊക്കെ ഇപ്പോഴും പെട്ടുപോയായിരുന്നു. ആദ്യത്തെ ക്രിസ്മസ് കല്യാണം കഴിഞ്ഞ സമയത്ത്. അത് കഴിഞ്ഞുള്ള പിന്നെ ഇങ്ങനെ തിരക്കില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഇവരെ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാനൊക്കെ പോകും. അപ്പം അങ്ങനെ ഇന്ന് വൈകുന്നേരം ആയപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ചുമ ഭയങ്കരമായിട്ടും ഇതായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ആ പച്ചക്കറി അവിടെ ഗ്രോസറി വാങ്ങിക്കാൻ കയറിയിട്ട് എനിക്കൊരു ബോധമില്ലായിരുന്നു. ഞാൻ എഴുതി വെച്ചൊന്നും നോക്കിയൊന്നുമില്ല. വാട്സപ്പിൽ ഇട്ടൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊന്നും നോക്കാതെ ഞാൻ എന്തൊക്കെയോ എടുത്തോണ്ട് വരിക ചെയ്ത. സത്യം പറയാമല്ല, എനിക്കങ്ങ് ഒരുമാതിരി ആയിപ്പോയി. എനിക്ക് ആ ഒരു അലർജി, എനിക്ക് മൂക്കും ചൊറിയുന്നുണ്ട്, തൊണ്ടയും ചൊറിയുന്നുണ്ട്, ചുമയ്ക്കുന്നുണ്ട്, തുമ്മുന്നുണ്ട്, എനിക്കറിയത്തില്ല. അങ്ങനൊരവസ്ഥയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. അപ്പം ഇതുപോലെ അതിന് ഓപ്പോസിറ്റ് പണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് അത് പണ്ട്. അപ്പം അവിടെ കയറാമെന്ന് വിചാരിച്ച് ഈ പള്ളിയിൽ പോയിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഇവിടെ ഒരു കേക്ക് ഷോ നടക്കുന്നുണ്ട്. അപ്പം ആ കേക്ക് ഷോയ്ക്ക് പോകണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചു നോക്കിയപ്പോഴത്തേനും വലിയൊരു ഇത് തോന്നിച്ചില്ല. ഇനിയും അറിയത്തില്ല, എനിക്ക് ഫോട്ടോസ് ഒന്നും കണ്ടിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. മറ്റടുത്ത് പോയ പോലെ ആയിപ്പോവും. അപ്പോൾ പോകുമെന്നുള്ള പേടിക്ക് ഞങ്ങൾ കേക്ക് ഷോ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അതാണ് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു പ്ലാനുണ്ട്, അത് നടത്തുവാണെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ പക്ഷെ എനിക്ക് വയ്യായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചു, ഒരു ഡോളോയിൽ ഒരു ഒറ്റ കിളപ്പങ്ങ് കിടന്നു നല്ല സുഖമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എണീറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി. പിന്നെ രാത്രിയിൽ ഇന്ന് ശ്രീഹരിയാ ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ കറിയാ ഉണ്ടാക്കിയേ ഉള്ളൂ. രാത്രിയിൽ ശ്രീഹരി ചപ്പാത്തി ഉണ്ടാക്കി, ഞാൻ കറി ഉണ്ടാക്കി. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞെല്ലാം ക്ലീനിങ് ഒക്കെ കഴിച്ച് ഞാൻ ഇരിക്കുകയാണ്. ഇനിയിപ്പം കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. എനിക്ക് എപ്പോഴും ഇങ്ങനെ, എനിക്കാണെങ്കിൽ പനി എന്തെങ്കിലും ഒരു കുന്തം വന്ന് പെട്ട് കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര താമസം. അത് എപ്പോഴും അതെ. ഒരു പനി വന്നു കഴിഞ്ഞാൽ പനി വന്ന് ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് എൻ്റെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊന്ന് ഭേദമായി. അപ്പം ഞാൻ മാറിയെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കറിയാതെ അത് ആ കോവിഡ് എനിക്ക് വന്നതിന് ശേഷം എനിക്ക് തുടങ്ങിയ ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മാറി 1 മാസം എന്നെ ഇങ്ങനെ, മിക്കവാറും കോവിഡൊക്കെ വന്ന് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ മാറാൻ എനിക്ക് 6-7 മാസം എടുത്തു. ടൈഫോയിഡ് വന്നിട്ട് ഈയിടെ 5-6 മാസം എടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറാൻ. അതൊക്കെ പിന്നെ അത്ര വലിയ ഇതാണെന്നറിയാം. ഇപ്പം വെച്ചാൽ ഇതൊന്ന് മാറിയിട്ട് അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്കിപ്പോൾ പുറത്തിറങ്ങാതെ ഇപ്പം ഞാൻ ഒരാഴ്ച ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നു. ഇപ്പം രാവിലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കടന്ന് ചുമച്ചാൽ എന്തായാലും നാളെ രാവിലെ തൊട്ട് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എനിക്കതിൻ്റെ ആ ഒരു മൂക്കിലും തലവേദന എടുത്ത് എനിക്കറിയത്തില്ല, ഇങ്ങനെ നിൽക്കും. ഒരു പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് 1 മാസത്തേക്ക് പിന്നെ എനിക്കതിൻ്റെ ബാക്കി ഇങ്ങനെ വാലെ
അതെപ്പോൾ എനിക്ക് പണ്ടൊന്നും ഈ കുഴപ്പമില്ല. എനിക്ക് ആ കോവിഡ് വന്നു 2022. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങൾ വരാൻ തുടങ്ങി. എന്തെങ്കിലും നമുക്കൊന്ന് വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മാറിയെന്ന് വിചാരിക്കും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ഞാൻ ഈ ചുമ മാറിയെന്ന് വിചാരിച്ചു. ഒരു 2 ദിവസം മുമ്പ് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. 2 ദിവസം മുമ്പെന്നല്ല, ക്രിസ്മസിൻ്റെ അന്നാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ക്രിസ്മസ് വരെ ഞാൻ പുറത്തിറങ്ങാതിരിക്കുകയായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ടാണ് പുറത്ത് പോയത്. പുറത്ത് പോയി സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോഴേക്കും അത് വീണ്ടും കൂടി. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ഇടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ആ കാറ്റടിക്കുമ്പോഴത്തേനും ഇതുപോലെ ചുമ. ഇപ്പം ആ ഒരു ആവിയൊക്കെ പിടിച്ചൊന്ന് സെറ്റിലായി. എല്ലാം ഞാൻ ഡോളൊക്കെ കഴിച്ച് എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്നത് താഴെ കിടന്ന് ഉറങ്ങി പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും എനിക്ക് വീണ്ടും പതുക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അത്രയും കുഴപ്പമില്ല. ഇന്ന് രാവിലെ ഞാൻ അവിടെ അവിടെ ആണെങ്കിൽ കുറേ നേരം ഇരിക്കണമായിരുന്നു ആ കുന്തത്തിൽ. വെയിറ്റ് ചെയ്യണമായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അവിടെ തിരക്കായി. അവർ ഒഴിഞ്ഞേ കയറ്റിവിടത്തുള്ളൂ. അവിടെ ഇരുന്ന് ഞാൻ ചുമച്ച് എനിക്ക് തന്നെ അങ്ങ് ദേഷ്യം ചുറ്റിനുള്ളവർ നോക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ചുമച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.